തുറസായ സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിന് മുൻപേ തന്നെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. ഇസ്ലാമിസ്റ്റുകൾക്ക് വമ്പൻ പണി നൽകി മന്ത്രി പ്രിയങ്ക് ഖാർഗെ. കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകർക്കെതിരെ കൂച്ചുവിലങ്ങിടാൻ ശ്രമം നടത്തിയിരുന്നു. അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു റാലിയെ അത് നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമം നടത്തിയത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തത്. ഇത്തരം തെളിവുണ്ടോ ചേച്ചി? ഇപ്പൊ തള്ളിയ ന്യൂസിന് തെളിവുണ്ടോ? നമ്മളിങ്ങനെ ഒരു ന്യൂസ് വേറെ എവിടെയും കേട്ടിട്ടില്ല. ഈ കർമ്മക്കുറമയിൽ മാത്രമേ ഇങ്ങനെ ന്യൂസ് കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചത് തെളിവുണ്ടോ? ഇനി നമ്മൾ കേട്ട ന്യൂസ് ഇത്ര മാത്രമാണ്. ചേച്ചി ഇനി കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോളൂ. RSSനെ നിരോധിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ മന്ത്രിയെ കൊന്നുകളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ആ RSS തന്റെ മണ്ഡലത്തിൽ വേണ്ട എന്നും മന്ത്രിയും തീരുമാനിച്ചു. എല്ലാം പൂട്ടിക്കെട്ടി. അതായത് മതേതര രാജ്യമായ ഇന്ത്യയിൽ വർഗീയ സംഘടനകൾ പാടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ ആദ്യം മുതലുള്ള നിലപാട്. പറഞ്ഞു വരുന്നത്, സമൂഹത്തിന് ഭീഷണി എന്ന് തോന്നിയ RSSന്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കാൻ തയ്യാറെടുക്കുന്ന കർണാടക കോൺഗ്രസ് സർക്കാർ അതിന്റെ ആദ്യ പടി ചെയ്തിരിക്കുകയാണ്. കർമ്മേലി ചേച്ചിയെ, കർമ്മ ചേച്ചി, നിങ്ങളെവിടെ? ന്യൂസ് കണ്ടല്ലോ. ഇതാണ് സത്യസന്ധമായ ന്യൂസ്. കർണാടകയിൽ RSSകാരന്റെ കാക്കി നിക്കറ ടൗസർ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് കേരളത്തിലെ അണ്ടിമോക്ക ശാഖയിലെ കുണ്ടൻ സംഖ്യകൾ കൂട്ടക്കരച്ചിലാണെന്നും അറിയാം. പക്ഷെ ആ സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഇങ്ങനെ ന്യൂസുകളെ വളച്ചൊടിക്കുന്നത് ശരിയാണോ ചേച്ചിയെ? തെറ്റല്ലേ ചേച്ചിയെ? തെറ്റാണ് ചേച്ചിയത്. നിസ്കാരത്തെ കുറിച്ച് ചേച്ചിക്ക് എന്തറിയാം? ഒരു 10-12 മുസ്ലിങ്ങൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ചാടിക്കറി നിസ്കരിക്കുന്നതിന്റെ പേരാണോ നിസ്കാരം എന്ന് പറയുന്നത്? നിസ്കരിക്കാൻ ഒരു സമയമുണ്ട് ചേച്ചി. നിസ്കരിക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചേച്ചി. അതുമാത്രമല്ല, നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയുണ്ടാകണം ചേച്ചി. മൂത്രമൊഴിക്കുന്നതോ കാർത്തുപ്പുന്നതോ സ്ഥലമാകാൻ പാടില്ല. അതിനുപരി നിസ്കാരം കൊണ്ട് മറ്റൊരു വ്യക്തികൾക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളിയുള്ള 10 രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ആദ്യം വരുന്നത് ഇന്തോനേഷ്യ, രണ്ടാമത് വരുന്നത് പാകിസ്ഥാൻ, മൂന്നാമത് വരുന്നത് ഇന്ത്യ. ഇന്ത്യയിൽ അത്രത്തോളം മുസ്ലിം പള്ളികളുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ നടുറോട്ടിൽ നിസ്കരിക്കാൻ മുസ്ലിങ്ങളുടെ തലയിലെ ചാണകമല്ല, തലച്ചോറാണ്, തലച്ചോറ്. ഇനി പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് നിങ്ങളുടെ സംഘികളെ തന്നെ നടുറോട്ടിൽ നിസ്കരിച്ചിട്ട് അത് മുസ്ലിങ്ങളുടെ തലയിലിടുന്ന ആ നാറിയ പരിപാടി ഉണ്ടല്ലോ, അതിന് 4 ആക്കി മടക്കിയിട്ട് ചേച്ചിന്റെ കക്ഷത്തെയോ എവിടെയൊക്കെ വെച്ചോളും ചേച്ചി. അതിന് ചെലവാകില്ല. വിഷയം മാറ്റിപ്പിടിക്കും. ഇത് പഴയ റേഞ്ചായി പോയി. ഈ മുസ്ലിങ്ങളെ നടുറോട്ടിൽ നിസ്കരിക്കാനൊക്കെ പറഞ്ഞ പഴയ റേഞ്ച് വിഷയം മാറ്റിപ്പിടിക്കും.